ചില വണ്ടികൾ ഇപ്പോഴും പ്രകാശ് കിടപ്പുണ്ട്, കളർ അടിക്കണോ വേണ്ടയോ, കളർ അടിക്കണോ വേണ്ടയോ, അങ്ങനെ. അതായത് ഞാൻ ചോദിക്കാം, ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് കളർ അടിക്കാം. ഒരു ടെററിസ്റ്റിന്റെ കണക്കാണ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ഓണർമാരെ സർക്കാർ കാണുന്നത്. ഒക്കെയാണെന്നുണ്ടെങ്കിൽ 44,500 അതൊക്കെ ടാക്സ് വരുന്നത്. കർണാടകയിൽ 24,000 കർണാടക ടാക്സ് അടയ്ക്കണം. അത് കഴിഞ്ഞ് ഗോവ കയറാൻ നേരത്ത് ഗോവ ചെക്ക് പോസ്റ്റിൽ 10,000 ടാക്സ് അടയ്ക്കണം. ഒരു മാസം വണ്ടിക്ക് 1 ലക്ഷം രൂപ അടുപ്പിച്ച് അടവ് വരുന്നത്. ഓരോ ഓട്ടങ്ങ് പോയിട്ട് വരുമ്പോഴത്തേക്കും ചെലവ് അതിഭയങ്കരമാണ്. ഫൈൻ അടയ്ക്കുന്നത് പറയുമ്പോഴത്തേക്ക് 5,000, 10,000, 15,000, 25,000 അങ്ങനെയാണ് വരുന്നത്. വഴിച്ചെലവ് എല്ലാം കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓണറിന് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോഴത്തേക്ക് 1,000, 2,000 രൂപ. അതായത് ഇതുകൊണ്ട് കുടുംബം നടത്തി പോവാൻ ഭയങ്കര പറ്റത്തില്ല. വണ്ടിക്കാര്യം വണ്ടിയുടെ ചെലവ് വരെ പുള്ളി കൈ നിന്നിട്ട് അടച്ചോണ്ടിരിക്കുക. സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ കോമ്പറ്റീഷൻ, മത്സരങ്ങൾ. ഓരോ ട്രിപ്പ് വിളിക്കുമ്പോഴത്തേക്കും ചേട്ടാ അതുണ്ടോ ഇതുണ്ടോ, എത്ര എണ്ണം ഉണ്ട്, ഇന്ന വണ്ടി വരുന്നുണ്ട്, ആ വണ്ടീനെ അടിക്കോ, ആ വണ്ടീനെ കൊല്ലോ. ഓക്കെ, നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു വികാരമാണ്. ഈ വണ്ടിക്കാർ തന്നെയാണ് ഈ ഫീൽഡ് തൊലയ്ക്കുന്നത്. ട്രിപ്പിന്റെ വാടക ചിലപ്പോൾ 45,000, 50,000 രൂപ ആയിരിക്കും. ആ ഓട്ടത്തിന് ഫൈൻ അടിക്കുന്നത് 60,000, 70,000 രൂപ ആയിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഇതാക്കുമ്പോഴത്തേക്ക് നിർത്തിപ്പോയാൽ കൊള്ളാം എന്ന് മനസ്സിലാലോചിച്ചിട്ടുണ്ട്. ഇത്രയും വിഷമം വന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. പ്രകാശിലെ ഭാഗത്തുനിന്ന് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.